എല്ലാവരും പോയിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്കാവണ സമയത്തില്ലേ, രാവിലത്തെ ഒരു പണിയും തിരക്കും എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കില്ലേ. ഇത് നൂഡിൽസും ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ നല്ല ഒരു ഗ്ലാസ് ചായയും. അപ്പം 4 മണിക്ക് എഴുന്നേൽക്കണം. ഈ ഒരു കാലം എനിക്ക് ഇവര് കുഞ്ഞു കുട്ടികളാവണ സമയം മുതല് അംഗൻവാടിയിലേക്ക് ഒരാൾ 3 വയസ്സും ഒരാൾ 2 വയസ്സാവുമ്പം പോകാൻ തുടങ്ങിട്ടോ. അപ്പൊ ഇവര് എന്ത് ചെയ്യും, വലിയ ഇടയ്ക്ക് അംഗൻവാടി പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഓടും. മൂത്താള് 3 വയസ്സും രണ്ടാമത്തെ ആള് 2 വയസ്സിലും. അപ്പൊ മൂത്താള് ഓടുന്ന കാണുമ്പോ ഈ രണ്ടാമത്തെ ആള് ഓടും. എന്നിട്ട് ഇവരെന്താ കാണിക്കുക, നമ്മളെ അവിടെ 3 മണി വരെ പിടിച്ചിരുത്തും. അങ്ങനത്തെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അപ്പൊ നമ്മൾ എവിടെ നിർത്തി വെച്ച് അതിന്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നു. പിന്നെ അംഗൻവാടി പോണ സമയം മുതല് ഇപ്പൊ അവര് ജോലിക്ക് കേറുന്നത് വരെയും ഇവര് ഇതേ സ്വഭാവമാണ്. പിടിച്ചു നിർത്തും നമ്മളെ. അവര് ഒരാളെ ഇപ്പൊ ഞാൻ രാവിലെ ജോലിക്ക് കൊണ്ടാക്കി, എല്ലാ പേപ്പേഴ്സ് എല്ലാം റെഡിയായി, എന്താണ് ജോലിക്കുള്ളത് സൈൻ ചെയ്ത് അവര് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആക്കി കൊടുത്തിട്ട് 5 മണി വരെ എന്നെ അവിടെ പോസ്റ്റ് ചെയ്ത് നിർത്തി. അപ്പൊ ഞാൻ ആലോചിച്ച എന്താ വെച്ചാൽ, ആ ചെറുപ്പത്തിൽ നമ്മൾ ഇവരിനെ അംഗൻവാടിയിലാക്കുന്ന അതേ ഒരു പിന്നെ സ്വഭാവം അവർക്ക് ഈ എന്താ പറയാ 22 വയസ്സ് വരെ ഇവര് 22-23 വയസ്സ് വരെ ഇവര് ഇതേപോലെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണേ. നമ്മളില്ലെങ്കിൽ ഇവര് എവിടെ ഇന്റർവ്യൂവിനും പോവില്ല, ഇവര് ജോലിക്കും കയറില്ല. ഇങ്ങനെ ഞാന് പിന്നെ ഇങ്ങനെ പോയാൽ എങ്ങനെയാ നടക്കാന്ന് വിചാരിച്ചിട്ട് ഉന്തി തള്ളി പറഞ്ഞുവിട്ടുണ്ട് ഒരാളിനായിട്ടൊന്ന്. പോയിട്ടുണ്ട് രാവിലെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി ബസ് കയറിയിട്ടാണ് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരുന്നത്, ഇപ്പൊ ജോലിക്കും കൂടി. അപ്പൊ ഇതൊക്കെ എല്ലാ അമ്മമാർക്കും അനുഭവം തന്നെ ആയിരിക്കും. മക്കളിങ്ങനെ അവരിനെ എവിടെയും വിടാതെയും അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടും അവർക്കൊരു എന്താ പറയാ പിന്നെ മനസ്സിനൊരു സ്ട്രോങ് ആക്കി കൊടുക്കാത്തത് കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പം. കാര്യം പിന്നെ മണ്ണാർക്കാട്ടേക്കുള്ളത് പാലക്കാട് പോയി നിൽക്കും, പാലക്കാടുള്ളത് മണ്ണാർക്കാട് പോയി നിൽക്കും. അങ്ങനെയാണ് ഇപ്പൊ ഈ പിള്ളേരെ കാണിക്കണേ. ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ പിന്നെ അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ പറഞ്ഞു വിടേണ്ടതായിരുന്നു എന്ന്. അങ്ങനെ നീണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഞാൻ 4 മണിക്ക് എണീക്കും. എനിക്ക് നൈറ്റ് ഡേ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ 2 നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി, കുട്ടികൾക്കുള്ളതും ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോവാ. ഇപ്പം താൽക്കാലികം ഉള്ള ജോലി അങ്ങനെ ചെയ്തു പോവാണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ എഴുന്നേക്കണമെന്നൊന്നുമില്ല. വീണ്ടും പഴയ ഒരു കാലത്തേക്ക്, അതായത് 4 മണിക്ക് എഴുന്നേക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, പാത്രത്തിലാക്കുക, മക്കൾക്ക് പൊതിഞ്ഞ് കെട്ടി കൊടുക്കുക, ആ ഒരു അവസ്ഥയിലെത്തി. അപ്പൊ എല്ലാവരും പോയപ്പോ ഞാനിങ്ങനെ ചായയും കടിയൊക്കെ എടുത്ത് ഇങ്ങനെ വന്നിരുന്നപ്പോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാന്ന് വിചാരിച്ചു. ഇതൊന്നും അല്ല കേട്ടോ പറയാൻ, കുറേ പറയാനുണ്ട്. പക്ഷെ പറഞ്ഞു വന്ന് നമ്മളൊരു എന്താ പറയാ ഒരു കഥ പറയുന്ന പോലെയാവും. അപ്പൊ അത് അറിവുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ നമ്മളിപ്പോ എല്ലാവരോടും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ നമുക്കൊരു ചാനൽ ഉള്ളത് കൊണ്ട്, നമ്മളറിയുന്ന കുറച്ച് നമ്മുടെ ഫാമിലീസ് ഉള്ളത് കൊണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. കുട്ടികള് നമ്മള് കുഞ്ഞാവുമ്പോ മുതല് നമ്മളെങ്ങനെയാണോ വളർത്തി വന്ന് അതൊന്നും ഒരു ശകലം പോലും അവര് മാറാതെ ഇന്നും അതേ ഒരു അവസ്ഥയിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കും, ഇവര് ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും. ഇപ്പോഴത്തെ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും പിന്നെന്താ നമ്മള് വട്ടപാത്രത്തിലാക്കലും പിന്നെ രാവിലെ കഴിക്കാൻ കൊടുക്കലും ബാഗിലാക്കലും എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. ഒറ്റയ്ക്ക് ഈ പരിപാടി അവരൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു നേരം നമുക്ക് എവിടെയും പോയി നിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടേതായ കാര്യങ്ങൾക്ക് നീങ്ങാനോ പറ്റില്ല. ഒരുപാട് 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 കഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഇവിടം വരെ എത്തിയത് കൊണ്ട് സന്തോഷാണോ സങ്കടാണോ ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയും ഒരു അവസ്ഥ. പിന്നെന്താ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട്, എന്റെ ചാനലിൽ എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അതവിടെ നിർത്തിയെന്ന് വെച്ചാല് നമുക്ക് മുന്നോട്ട്
കഥകൾ പറയണം എന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിലൊരു സ്റ്റോറി ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെ. അപ്പൊ രാവിലെ എനിക്കിങ്ങനെ തോന്നിയ ഒരു എന്താ പറയാ, നമ്മള് വന്നുകൊണ്ടിരുന്ന ആ ഒരു വഴി കൂടെ തന്നെ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു അതേ ഒരു ലെവലിലാണ് ഇന്നും നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയണം തോന്നി. അങ്ങനെ എത്രയോ വർഷം ല്ലേ, എല്ലാ അമ്മമാർക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. അവര് ചെറുതാകുമ്പോ നമ്മൾ വിചാരിക്കും വലുതായിട്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകാന്ന്. നടക്കില്ല. വലുതാവുമ്പോ ഒരു വിധം 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് എത്തുമ്പോ വിചാരിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് എത്തുമ്പോ വിചാരിക്കും ഇനിയിപ്പോ ഈ കുട്ടികളെ എങ്ങനെ അവിടെയും ഇവിടെ ആക്കിയിട്ട് പോവുക. നമുക്ക് മനസ്സിന് എപ്പോഴും ടെൻഷനായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് വൺ കഴിഞ്ഞ് കഴിഞ്ഞാലോ അവര് എവിടെയെങ്കിലും ജോലി തേടി പോകുമ്പം അതിന്റെ ടെൻഷൻ വേറെ. പിന്നെ ജോലി ആയി കഴിഞ്ഞാലോ അത് വേറൊരു ടെൻഷൻ. അതിനുശേഷം അവർ കല്യാണം കഴിച്ച് കൊടുത്താലോ അപ്പോഴും മറ്റുള്ള ടെൻഷൻ അല്ലേ. ഈ പിന്നെ അമ്മമാർക്ക് എപ്പോഴും ടെൻഷൻ 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 അല്ലേ. അങ്ങനെ തന്നെയല്ലേ എല്ലാവരുടെയും അവസ്ഥ.